ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാന്റെ 6 വിമാനങ്ങൾ ഇന്ത്യ തകർത്തെന്ന് വ്യോമസേന മേധാവി എയർ മാർഷൽ എ.പി. സിംഗ് വ്യക്തമാക്കി. 5 യുദ്ധവിമാനങ്ങളടക്കം 6 വിമാനങ്ങളാണ് ആകെ തകർത്തതെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 അതിനെ നമ്മൾ സുദർശന ചക്ര എന്ന പേരാണ് നൽകിയത്. ഈ സുദർശന ചക്രയാണ് പാകിസ്ഥാൻ വിമാനങ്ങളെ തകർത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആദ്യമായാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വ്യോമസേന മേധാവി പ്രതികരിക്കുന്നത്. റഷ്യൻ ആയുധ കമ്പനിയായ അൽമാസ് ആൻഡ് വികസിപ്പിച്ചെടുത്ത S-400 ലോകത്തിലെ ഏറ്റവും നൂതനമായ ദീർഘദൂര ഉപരിതല മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ്. സുദർശന ചക്ര പ്രതിരോധിച്ച പാകിസ്ഥാൻ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും അവശിഷ്ടങ്ങൾ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിന്നാണ് കണ്ടെടുത്തത്. യുദ്ധവിമാനങ്ങൾ, ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയെ തകർക്കാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് S-400. 40 മുതൽ 400 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ, യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയൊക്കെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും തകർക്കാനും ഈ S-400 കഴിയും. ഓരോ S-400 സ്ക്വാഡ്രനിലും 2 വിഭാഗമുണ്ട്. ഓരോ വിഭാഗത്തിലും 6 മിസൈൽ ലോഞ്ചറുകൾ, നൂതന റഡാർ സംവിധാനങ്ങൾ, ഒരു സെൻട്രൽ കമാൻഡ് പോസ്റ്റ് എന്നിവയാണ് ഉള്ളത്. ഇവയ്ക്ക് ഒരുമിച്ച് 128 മിസൈലുകൾ വരെ വിക്ഷേപിക്കാൻ കഴിയും. 5 S-400 മിസൈൽ സംവിധാനമാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങിയത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി മെയ് 7-നാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിച്ചത്. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത്ഭുതകരമായ ജോലി ചെയ്തു. നമ്മൾ അടുത്തിടെ വാങ്ങിയ S-400 സിസ്റ്റം ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. ആ സിസ്റ്റത്തിന്റെ റേഞ്ച് അവരുടെ വിമാനങ്ങളെയും അവരുടെ കൈവശമുള്ള ദീർഘദൂര ഗ്ലൈഡ് ബോംബുകൾ പോലുള്ള ആയുധങ്ങളിൽ നിന്നും അകറ്റി നിർത്തി. ഇതാണ് അമർപ്രീത് സിംഗ് പറഞ്ഞത്. 300 കിലോമീറ്റർ പരിധിയിൽ വെച്ച് തന്നെ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്ന് വ്യോമസേന മേധാവി പറഞ്ഞു. നേരത്തെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ 5 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. വൈറ്റ് ഹൗസിൽ നടത്തിയ ഒരു അത്താഴ വിരുന്നിനിടെയായിരുന്നു അദ്ദേഹം ഈ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന കാര്യം പറഞ്ഞത്. എന്നാൽ തകർന്ന യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടേതാണോ അതോ പാകിസ്ഥാന്റേതാണോ എന്ന് വ്യക്തമാക്കാൻ ട്രംപ് അന്ന് തയ്യാറായുമില്ല. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വേണമെന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എക്സിൽ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. ആക്രമണം മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ നഷ്ടമായി എന്ന് രാഹുൽ ഗാന്ധി പിന്നീട് ചോദിച്ചതും ട്രംപിന്റെ ഈ പ്രസ്താവന കേട്ടുകൊണ്ടാണ്. എന്നാൽ അതോടെ രാഹുൽ ഗാന്ധി പരിഹാസ്യനായി മാറുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തരം കേവലം ആകസ്മികമല്ല, അത് ദുഷ്ടകരമാണ്. അദ്ദേഹം പാകിസ്ഥാന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത് എന്നാണ് ബിജെപിയുടെ അമിത് മാളവ്യ എക്സിലെ ഒരു പോസ്റ്റിലൂടെ മറുപടിയായി പറഞ്ഞത്. ഇന്ത്യ റഫാൽ യുദ്ധവിമാനങ്ങളാണ് ഈ യുദ്ധത്തിനായി ഉപയോഗിച്ചത്. വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന പാകിസ്ഥാന്റെ അവകാശവാദം റഫാൽ നിർമ്മാതാക്കളായ ദസോയുടെ എറിക് ട്രാപ്പിയർ അന്നേ നിഷേധിച്ചിരുന്നു. അമേരിക്കയുടെയും ചൈനയുടെയും വിമാനങ്ങൾക്കൊപ്പം മത്സരിക്കുന്ന ആധുനിക വിമാന കമ്പനിയാണ് ദസോ. അവരുടെ ഏറ്റവും അഭിമാനകരമായ വിമാനമാണ് റഫാൽ സ്റ്റെൽത്ത് വിമാനം. ഇന്നും യുദ്ധരംഗത്ത് റഫാലിന് വെല്ലാൻ വിമാനങ്ങൾ ഇല്ലെന്നും അത് വീഴ്ത്തിയെന്ന പാകിസ്ഥാന്റെ വാദം ശരിയല്ല എന്നും അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു.